വേണ്ടി മാന്യത അടിസ്ഥാന ക്ഷണിക്കുന്നു. സ്കൂളിന്റെ മറ്റൊരു സ്നേഹോപകാരം കൂടിയുണ്ട്. മുത്തശ്ശി സ്നേഹാദങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിനായി ബിന്ദു മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മുത്തശ്ശിക്ക് മറ്റൊരു സ്നേഹോപകാരം കൂടിയുണ്ട്. മുത്തശ്ശന് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ. ധാരാളം കഥകളുടെ കലവറയാണ് ഓരോ മുത്തശ്ശന്മാരും. കഥയോ കവിതയോ എന്തെങ്കിലും ഒരു അനുഭവമോ മുത്തശ്ശിക്ക് പറയാനുണ്ടാവും. ബഹുമാനപ്പെട്ട അധ്യാപകരെ, കൂടിയിരിക്കുന്ന ജനങ്ങളുടെ വിദ്യാർത്ഥികളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിദ്യാഭ്യാസം എൻ്റെ 2 കുഞ്ഞുമക്കൾ ഈ സ്കൂളിൽ പഠിക്കുന്നു. ആയിരത്തിന് ദിവസം എൻ്റെ മക്കൾ ആഗ്രഹമായിരുന്നു മുത്തശ്ശിയെ വരണം. ഞങ്ങൾക്ക് വേണ്ടി ഒരു പേര് പാടണമെന്ന്. എനിക്ക് പാട്ടറിയില്ലെങ്കിൽ ഒരു സിനിമ പാട്ട് 2 പേരും ഞാൻ പാടാം. എല്ലാവരും തെറ്റുകളാണ് ശ്രമിക്കണം. എല്ലാവരും Wonderful. ബഹുമാനപ്പെട്ട ജേക്കബ് സാർ, ഈ വിദ്യാലയത്തിലെ അധ്യാപകരും അനധ്യാപകരുമായിരിക്കുന്ന എല്ലാവരുമേ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, മുത്തച്ഛൻ മുത്തശ്ശിമാരെ, രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഈ അവസരത്തിൽ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് സംസാരിക്കുവാൻ ഇടയായതിൽ സന്തോഷിക്കുന്നു. ഈ സ്കൂളിനെ കുറിച്ച് പറയുവാൻ ഏറെയുണ്ട്. സ്കൂളിൻ്റെ ദൈനംദിന ജീവിതം അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ എത്ര പുരോഗമിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഓരോരുത്തരും അവരുടെ മുത്തശ്ശന്മാരും മാതാപിതാക്കളുമാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങൾ കൊച്ചുമക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒന്ന് 5th ക്ലാസ്സിലും ഒന്ന് UKG-യിലുമായിട്ട്. അപ്പോൾ അവരെ നിരന്തരം ഇവിടെ ഓരോ കാര്യങ്ങൾക്കും വന്ന് കാണുന്നതിനും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ കണ്ട് രസിക്കുന്നതിനുമൊക്കെ എനിക്ക് ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്.
ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ജേക്കബ് സാർ നേരത്തെ പറഞ്ഞു, ഓരോ ദിവസവും ദൈനംദിനമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും അറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രത്തോളം പുരോഗമിക്കുന്നു എന്നുള്ളത്. ആയതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതലായി അടുത്തുള്ളവരെ തന്നെ ഈ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ സാർ സൂചിപ്പിച്ചു, കുഞ്ഞുങ്ങൾ എത്ര ഉയർച്ചുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇവിടുത്തെ ബ്രിസ ബിനു എന്ന ഒരു കുട്ടി അന്താരാഷ്ട്ര തലത്തിൽ ബാസ്കറ്റ് ബോളിലേക്ക് ഉയർന്ന കാര്യം ഇവിടെ പറഞ്ഞു. ഞാനത് ഓർമ്മിപ്പിക്കാൻ കാരണം എൻ്റെ ദേവാലയത്തിലെ ഒരു കുട്ടിയാണത്. ഞങ്ങളുടെ ദേവാലയത്തിൽ പൊതുയോഗത്തിൽ അതിന് നല്ലൊരു സ്വീകരണം നൽകുകയും ചെയ്തു. അപ്പം ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കെ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പുരോഗതിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ ഒരു കഥ, ഒരു 2 വരി കഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞുങ്ങളല്ല, മുതിർന്ന കുഞ്ഞുങ്ങളും അതുപോലെ ചെറുപ്പക്കാർക്കും വേണ്ടി. ഒരു മനുഷ്യൻ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു. മരുഭൂമി എന്ന് പറഞ്ഞാൽ വലിയ മരുഭൂമിയല്ല, അതിൽ കൂടി യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. അതിൻ്റെ പ്രാന്തപ്രദേശത്ത് കൂടി യാത്ര ചെയ്യുകയായിരുന്നു. ആ മനുഷ്യൻ വളരെ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ ദാഹിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങ് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അംശം പോലും കിട്ടാനില്ല. ഈ മനുഷ്യൻ വളരെ തളർന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ തൻ്റെ പാതയിൽ നിന്ന് വിദൂരമായിട്ടൊരു സ്ഥലത്ത് വലിയൊരു ബോർഡ് കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നു, ഇവിടെ ശീതളപാനീയം വിൽക്കപ്പെടും. വലിയ സന്തോഷമായ മനുഷ്യന് അദ്ദേഹം ആ ബോർഡ് കണ്ട സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ബോർഡല്ലാതെ വേറെ യാതൊന്നും ഓടില്ല. അവിടെ ശീതളപാനീയമോ ഒന്നും ഓടില്ല. നിരാശനായ വ്യക്തി തിരിച്ച് അല്പം നടന്നപ്പോഴത്തേക്കും പുറകെ ഒരു സംഘം കൊള്ളക്കാർ അദ്ദേഹത്തെ ആക്രമിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഞാൻ ഇത് പറഞ്ഞതിൻ്റെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ മുതിർന്ന ക്ലാസ്സിലും മറ്റും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ നേർപാതയിൽ നിന്ന് വിദൂര സ്ഥലങ്ങളിൽ ഇതിങ്ങനെയുള്ള ബോർഡുകൾ കാണുമ്പോൾ കുഞ്ഞുങ്ങളാരും അവിടേക്ക് പോകുവാൻ ഇടയാകരുത്. ഒരുപക്ഷെ അവിടെ വെച്ചിരിക്കുന്ന ബോർഡുകൾ ആയിരിക്കില്ല അവിടെ കാണുന്നത്. ഒന്നിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമപ്പെട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ബോർഡുകളായിരിക്കും അവിടെ കണ്ടിരിക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയായിരിക്കും. ഈ ഒരവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ ഇടയാകരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും സ്കൂളിന് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.